ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പണിയൊക്കെ കിട്ടി. സ്റ്റിൽ ഓക്കെ, എല്ലാം ശരിക്കാണ്. സ്റ്റിൽ ഓക്കെ. സോ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ്. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ചു. ബിരിയാണി ഇന്ന് വെച്ചെടുത്തില്ല, പക്ഷേ എങ്ങനെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ലണ്ടൻ ടവർ ബീച്ചിൽ ഇതൊരിക്കും പോയിട്ടില്ല. അപ്പോൾ ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. 25 വയസ്സ് തികയുന്ന വർഷം ഞാനുള്ളത് ലണ്ടനിലാണ്. അപ്പം ഭയങ്കര സ്പെഷ്യലാണ്, ഈവൻ സ്പെഷ്യലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏറ്റവും നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് പോവുക, അവിടെ ചെന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. അതുകൊണ്ട് തന്നെ ലണ്ടൻ ടവർ ബ്രിഡ്ജിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ഒരു 3 മിനിറ്റിൽ ഞങ്ങൾ ട്രെയിൻ വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ ലണ്ടൻ ടവർ ബ്രിഡ്ജിൽ പോവാണ്. സോ ഇന്നത്തെ വിഷയമല്ല, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ അത് വെച്ചിട്ടാണ്. സോ എൻ്റെ നന്ദനി ഉണ്ട്, അഞ്ജലി ഉണ്ട്, നന്ദു ഉണ്ട്, സോ എല്ലാവരും ഉണ്ട്. ഇവർ 3 പേരായിട്ടാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. ചേച്ചിയുണ്ട്. ചേച്ചി ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ചേച്ചിയായിട്ട് അടിച്ചു പൊളിക്കും, ബിരിയാണി കൊടുത്ത്. ഓക്കെ, സോ ലെറ്റ്സ് അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ദൂരുന്നുണ്ട് കേട്ടോ. ഇവിടെ പക്ക കറക്റ്റ് ടൈമിലാണ് ട്രെയിനൊക്കെ എത്തുന്നത്. അവർ പറഞ്ഞ വാക്ക് പാലിക്കുന്നതാണ് കേട്ടോ ഇവിടുത്തെ റെയിൽ സർവീസ്. അപ്പോൾ ഞങ്ങൾ എലിഫൻ്റ് ആൻഡ് കാസിൽ കയറിയിട്ട് ഇവിടെ നിന്ന് ബേക്കർ സ്ട്രീറ്റിലാണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് നെക്സ്റ്റ് ജൂബിലി ലൈനിലേക്ക് എടുക്കുക. ജൂബിലി ലൈനിൽ ലണ്ടൻ സ്ട്രീറ്റാണ് കേട്ടോ. കണ്ടോ നന്ദുവിൻ്റെ ഒരു കിട്ടില്ല ഫോട്ടോ എടുക്കുന്നത്? സൂപ്പറല്ലേ? കൊള്ളാമോ? നന്നായിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ബേക്കർ സ്ട്രീറ്റിൽ ഇറങ്ങി. ഇനി നമുക്ക് എടുക്കാനുള്ളത് ജൂബിലി ലൈനാണ്. ജൂബിലി ലൈനിൽ വരുന്ന ട്രെയിനിലായിരിക്കണം കയറേണ്ടത്. അവിടെ നിന്ന് ലണ്ടൻ ബ്രിഡ്ജിലാണ് എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്, അവിടെയാണ് ഇറങ്ങേണ്ടത്. സോ അതാണ് സംഭവങ്ങൾ. സോ ഇപ്പോൾ തന്നെ ഏകദേശം 6 മണിയായിട്ടുണ്ട്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ രാവിലത്തെ ഒരു ലൈറ്റുള്ള സമയം എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റില്ല. ശ്രമിക്കാം നമുക്ക് രാത്രി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ ജൂബിലി ലൈൻ എത്തി. ഇതിൽ കയറിയിട്ട് നേരെ കേട്ടോ. അങ്ങനെ നല്ല തിരക്കൊണ്ട് നിൽക്കേണ്ടി വരുന്നതുകൊണ്ട് 2 ആൾ നിൽക്കുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി പുറത്തേക്ക് കടന്നാൽ ലണ്ടൻ ബ്രിഡ്ജായെന്ന് തോന്നുന്നു. ഇത്രയും വലിയ എക്സ്കലേറ്റർ കണ്ടപ്പോഴേ എൻ്റെ കിളി പോയി. അപ്പോൾ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആക്ച്വലി റൈറ്റ് സൈഡിലും കൂടെ പോകുന്നുണ്ട് ആൾക്കാർ നടന്ന്. ഞാൻ കയറി റൈറ്റ് സൈഡിൽ നിൽക്കുകയും ചെയ്ത് ബ്ലോക്കായി നിൽക്കുകയും ചെയ്യുകയാണ്. എനിക്ക് ആക്ച്വലി ഒരു അബദ്ധം പറ്റി. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടല്ല, എനിക്ക് ഇവിടുത്തെ റൂൾസ് അറിയത്തില്ലായിരുന്നു. നമ്മളിപ്പോൾ എസ്കലേറ്റർ യൂസ് ചെയ്യും, ഈ ഒരു സൈഡിൽ മാത്രമേ നിൽക്കാവൂ. വീണ്ടും എക്സ്കലേറ്റർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സൈഡിൽ കൂടെ പോകുന്നവർ പോവും, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമ്മൾ ഒതുങ്ങി നിൽക്കണം. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കയറി ആ റൈറ്റ് സൈഡിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കണ്ടോ പോകുന്നുണ്ടോ ആൾക്കാർ അങ്ങനെ ഓടി പോകും. ലണ്ടൻ ബ്രിഡ്ജ് ബോർഡ് കണ്ടല്ലോ. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. രാത്രി ആയിട്ടുണ്ട്. എന്നെ ഗൈഡ് ചെയ്ത് എന്നെ രാത്രിയായപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. എവിടെ ലണ്ടൻ ബ്രിഡ്ജ്? നന്ദു അങ്ങോട്ടല്ലേ? നന്ദു ചുമ്മാ പറയാണ്, എന്നെ നടത്തിക്കാണ്. നോക്കാം. നമ്മളപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ തന്നെ സൈഡിൽ റിവർ നിങ്ങൾക്ക് കാണാമല്ലോ, തേംസ് റിവറാണ്. അപ്പം ഈ നടക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജാണ്. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്. സോ ഈ ഒരു ബ്രിഡ്ജിൻ്റെ കൂടെ ആൾക്കാരൊക്കെ തിരക്കും തിക്കുമൊക്കെ നടക്കുന്നുണ്ട്, നല്ല തിരക്കിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് കുറച്ചൊന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ദേ ഇരിക്കുന്നു നമ്മൾ കാണാനെത്തിയ ടവർ ബ്രിഡ്ജ്. സോ ഇത് ലണ്ടൻ ബ്രിഡ്ജും അത് ടവർ ബ്രിഡ്ജും ആണ്. എല്ലാവരും അതിനെയാണ് ടവർ ബ്രിഡ്ജിനെയാണ് ആക്ച്വലി ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ നടന്നു പോകുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജ്. നമ്മളിനി അടുത്ത് പോവും. അത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഓ മൈ ഗോഡ് വർത്ത് കമ്മിങ് ആണ്. നല്ല
തണുപ്പുണ്ട്. വിന്ററിന്റെ തണുപ്പ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. കാരണം റിവേഴ്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തണുപ്പായിരിക്കും കേട്ടോ. ഞങ്ങൾ ഇനി അടുത്തോട്ട് പോകുന്നുണ്ട്. അതെന്തായാലും കാണിച്ചു കേട്ടോ. ആക്ച്വലി ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തതെന്താണെന്നറിയാമോ? നമ്മളിവിടെ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ. പക്ഷെ ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അവരാരും തന്നെ ഇതിനൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അല്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മുടെ നാട്ടിലുള്ള എത്ര നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അല്ലേ. അതുപോലെ തന്നെ കാരണം ഒരുപാട് നമ്മൾ കണ്ടു പഴകിയ സാധനങ്ങളാണല്ലോ. അപ്പോൾ അവർക്കൊരു വാല്യൂ ആയിട്ട് തോന്നുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ നമ്മൾ നമുക്ക് കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമായതുകൊണ്ട് ഐ ഫീൽ സോ എന്ന് പറയുന്നത് അമേസ് അല്ലേ. ഭയങ്കര അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ എനിക്കത് പറയണമെന്ന് തോന്നി. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കൂടെ ഇങ്ങനെ ക്രൂസല്ല ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നൊക്കെയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. രാത്രിയുള്ള ഒരു കാഴ്ചയാണിത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ ഒരു 25th ബർത്ത്ഡേക്ക് ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോവാണ്. ടവർ ബ്രിഡ്ജ് അല്ലേ നേരത്തെ കണ്ടത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് So actually I am going towards the tower bridge and I am super excited. അപ്പോൾ നേരത്തെ കണ്ടത് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് ആയിരുന്നു. ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ സൈഡിൽ നല്ല തേംസ് റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാരൊക്കെ പാസ് ചെയ്ത് പോകുന്നു. നമ്മുടെ സൈഡിലായിട്ട് ഒരുപാട് വലിയ ബിൽഡിങ്സ് ഉണ്ട്, ബാർ ഷോപ്സ് ഉണ്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ബിൽഡിങ്സ് ആണ് കാണുന്നത്. നല്ലൊരു ഭംഗി ആണ് നിങ്ങൾ കാണുന്നത്. വാട്ടർഫോളിൻ്റെ നല്ല രസമുണ്ട്. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ആദ്യമായിട്ട് വരുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീലൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എല്ലാം ഇങ്ങനെ അത്ഭുതം നോക്കുകയാണ്. ഓരോ രാജ്യത്ത് വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അതൊരു വേറൊരു ഫീലാണ് കേട്ടോ. നമ്മൾ നടക്കുന്ന സ്ട്രീറ്റിലായിട്ട് തന്നെ ഓപ്പൺ ബാറാണ് കേട്ടോ. ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ ആൽക്കഹോളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്ത് നടക്കുന്നതാണ്. നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് തോന്നാം. ബട്ട് സ്റ്റിൽ ആ സൈഡ് ഈ സൈഡൊക്കെ ആൾക്കാർ നിന്ന് അവർ എൻജോയ് ചെയ്യുകയാണ്. ഇവിടെ എല്ലാവരും തന്നെ എൻജോയ്മെൻറ്റ്സ് ആണ്. ബ്രിട്ടൻ്റെ ഒരു വിജയഗാഥ മുഴക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഷിപ്പ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു യുദ്ധ കപ്പലാണ് കേട്ടോ. ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഇവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. കാരണം ഇച്ചിരി ലേറ്റ് ആയിട്ടില്ലേ വന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി വരുമ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി കാണിക്കാം. 25ാമത്തെ വയസ്സിൽ ലണ്ടനിൽ വരാമെന്ന് പറയാൻ ഇവിടെ വന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. ലൈക്ക് ഫാമിലി മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം. ഡെയർ ടു ഡ്രീം എന്ന് പറയുന്ന സംഭവം. ഡെയർ ടു ഡ്രീം എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാർത്തിക് സൂര്യയുടേതാണ്. ആക്ച്വലി ഈ ഒരു വാച്ച് മേടിച്ച സമയത്ത് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ലൈക്ക് ഇത് ലണ്ടനിൽ കൊണ്ടുവരണം, ഇവിടെ വന്നിട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ താങ്ക് യു സോ മച്ച് കാർത്തിക് സൂര്യ. ലൈക്ക് എന്താ പറയുക, നമ്മളെ ഇൻസ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഡ്രീമിൻ്റെ പുറകെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഓ മൈ ഗോഡ്, ലുക്ക്, അതാണ് ഓപ്പൺ ആവുന്നത്. ഓ മൈ ഗോഡ്, നന്ദനെ അവളെ വിളിക്ക്. ഓ മൈ ഗോഡ്, ലുക്ക്. ഓ, ഇത് എപ്പോഴും അങ്ങനെ ഓപ്പൺ ആവുന്നതല്ല. ഇന്ന് എനിക്ക് പറ്റി ഓപ്പൺ ആവാൻ. ഓ മൈ ഗോഡ്, ഇവിടെ കണ്ടോ? അപ്പോൾ ഏതോ ഷിപ്പ് വരുന്നുണ്ട്. ഐ എം സൂപ്പർ ഹാപ്പി. അയ്യോ, ഇത് എപ്പോഴും വരുന്നതല്ല കേട്ടോ. ഇത് ഒരിക്കലും എപ്പോഴും കിട്ടുന്നതല്ല. പക്ഷെ നമ്മൾ വന്ന ഒരു ലക്കി ആയിട്ടുള്ളൊരു ദിവസത്തിലാണ്. സോ വി ക്യാൻ സീ ദിസ്. ഓ മൈ ഗാഡ് ലുക്ക്, ഇപ്പോൾ അതിൽ നിന്ന് ഷിപ്പ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓ മൈ ഗാഡ്, കണ്ടോ വരുന്നതുണ്ടോ? കണ്ടോ രാവിലെ ആയിരുന്നെങ്കിൽ നല്ല ക്ലിയർ ആയിരുന്നു. പക്ഷെ ഇപ്പം ക്ലിയർ അല്ല. കണ്ടോ, ആ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഷിപ്പാന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, നിങ്ങൾ ആരും ഇത് ഞാൻ പറയുന്നത് വിശ്വസിക്കരുത്. സ്റ്റിൽ നോക്കണം കേട്ടോ. ഓ മൈ ഗോഡ്, തിരിച്ചടച്ചു.
എനിക്ക് തോന്നുന്നു ഇത് എല്ലാ ദിവസവും എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് തുറക്കുന്നതാണെന്ന് തോന്നുന്നു. ഐ ഹാവ് നോ ഐഡിയ മാൻ, നോ ഐഡിയ. ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആരുടെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. തിരിച്ച് ആ ബ്രിഡ്ജ് അടഞ്ഞു വരുന്ന കണ്ടോ? ഇതിലപ്പുറം എന്താ വേണ്ടത് എൻ്റെ ലൈഫിൽ? ഓ മൈ ഗോഡ്, ഐ കാൺട്ട് ബിലീവ് ദിസ്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. കാരണം ആദ്യമായിട്ട് ടവർ ബ്രിഡ്ജ് വന്നിട്ട് ഈ ഒരു ഇത് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് എപ്പോഴും ഇത് തുറക്കത്തില്ല, വല്ലപ്പോഴും ഒരിക്കലായിരിക്കും തുറക്കുക എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ആ ഒരു മൊമെൻ്റ് ഇന്നും എനിക്ക് കാണാൻ പറ്റി. ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ കാണാൻ പറ്റി. Oh my God, ബിലീവ്. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല എൻ്റെ സന്തോഷം. കണ്ടോ, സ്ട്രെയിറ്റായി ഡൺ. ബർത്ത്ഡേ ആയിട്ട് എനിക്ക് അതും കാണാൻ പറ്റി. ചുമ്മാ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വന്നതാണ്, ടവർ ബ്രിഡ്ജ് കാണാൻ വന്നതാണ്. ഒന്നും പറയാനില്ല. So happy man, I'm so happy. Thank you. Roasted chicken. Yeah, roasted chicken. Yeah. One of them, yeah? Two. Yeah. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവാണ്. അങ്ങനെ ബ്രിഡ്ജ് കണ്ട സന്തോഷത്തിൽ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നന്ദുവൊക്കെ ഞങ്ങൾ പോയിട്ട് വന്നു കേട്ടോ. വന്നിട്ട് അവിടെ ആക്ച്വലി നന്ദുവൊക്കെ പുറത്ത് പോയിട്ട് കേക്ക് മേടിക്കാൻ വേണ്ടി പോയി. അപ്പം ഞങ്ങളൊക്കെ എന്തോ പറഞ്ഞിട്ട് പുറത്ത് വിട്ടു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചേച്ചി പറഞ്ഞ് കേക്ക് മേടിക്കാൻ പോയതാണ്. അപ്പോൾ സർപ്രൈസ് പറഞ്ഞു. അപ്പം ഞാൻ ആ സർപ്രൈസ് അവർ പൊളിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. Happy birthday to you. Happy birthday to you. Happy birthday, dear Noah. Happy birthday to you. എന്നെ എടുക്കല്ലേ നന്ദു എല്ലെന്ന് പറയണേ. Thank you so much, ചേച്ചി. പാക്കറ്റൊക്കെ ഇല്ല കേട്ടോ. ഞാൻ പിടിക്കാം. വേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറിത്തരാമേ. ഈ കൊച്ചുങ്ങൾ എന്നെ വഴക്കുണ്ടാക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അമ്മ ഇതിനകത്ത് കിട്ടും. ഇവിടെ അടുത്തോട്ട് വാ. ചോക്ലേറ്റ് ഞാൻ കഴിക്കത്തില്ല. ഞങ്ങളെല്ലാം വാങ്ങിക്കായിരുന്നു. സോ അതിൻ്റെ വീഡിയോ ഇട്ടില്ല, ഇത്രയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.